ആർക്കിടെക്റ്റിൻ്റെ തേർഡ് റെസ്പോൺസിബിലിറ്റി സ്കീം പ്ലാൻ പ്രിപ്പറേഷൻ ആണ്. അപ്പോൾ ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് അനലൈസിങ് ചാർട്ട്, ദെൻ ഡീറ്റെയിൽഡ് സൈറ്റ് വിസിറ്റ് റിപ്പോർട്ട് വിത്ത് മെഷർമെൻറ്റ്, ടോട്ടൽ ബഡ്ജറ്റ്, ടോട്ടൽ സ്ക്വയർ ഫീറ്റ്, റെഫറൻസ് എലിവേഷൻസ് എന്നിവയെല്ലാം കൺസിഡർ ചെയ്ത് നെഗറ്റീവ് സ്പേസ് ഒട്ടും ഇല്ലാതെ വേണം ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്തിട്ട് ക്ലയൻറ്റിന് കൊടുക്കുവാൻ. അത് ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ടോട്ടൽ ഒരു 2200 സ്ക്വയർ ഫീറ്റ് പറയുകയാണെങ്കിൽ ആസ് എ ആർക്കിടെക്റ്റ് നമ്മളത് കുറച്ചുകൂടി ഇലാബറേറ്റ് ആയിട്ട് ആ സൈറ്റിൻ്റെ മെഷർമെൻറ്റ്സും ഡീറ്റെയിൽസ് എല്ലാം നോക്കിയിട്ട് ചിലപ്പോൾ 2600 സ്ക്വയർ ഫീറ്റിൽ നമ്മളൊരു ഓപ്ഷൻ ചെയ്യും, 2200 സ്ക്വയർ ഫീറ്റിലും ഒരു ഓപ്ഷൻസ് ചെയ്യും. അപ്പോൾ ഏതാണോ നല്ല ഒരു പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്ലാനിലെയാണ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഡെവലപ്പ് ചെയ്യേണ്ടത്. പ്ലാൻ ഫൈനലൈസ് ചെയ്യുന്ന സമയത്ത് ടെക്നിക്കൽ അനലൈസിങ് ചെയ്തിട്ടുണ്ടാവണം. അതേപോലെ തന്നെ ബിൽഡിംഗ് തമ്പ് റൂൾസ്, സെറ്റ് ബാക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് 100% ചെയ്തിട്ടുണ്ടാവണം. ഇതെല്ലാം ചെയ്തിട്ട് വേണം ഒരു പ്ലാൻ ഫൈനലൈസ് ചെയ്യുവാൻ. താങ്ക് യു.